7 മണിക്ക് ആദ്യം കുറച്ച് പെൺപിള്ളേരും ഇങ്ങോട്ട് വരാം, കുറച്ച് ആൺപിള്ളേരും ഇങ്ങോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നിട്ട് കാട്ടണ കാര്യങ്ങൾ, രണ്ടുപേര് അങ്ങോട്ട് പോവാ, ഒരു 3 പേരുണ്ട് ഇങ്ങോട്ട് പോവാ. എന്നിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ വിലയിരുത്താം, ഇത് ആണാണോ തെറ്റ് ചെയ്യണേ, പെണ്ണാണോ തെറ്റ് ചെയ്യണേ. കാര്യം ആണുങ്ങളുടെയിലും കൂടുതൽ പെണ്ണുങ്ങള് പിടിച്ചു വലിച്ചുകൊണ്ടോ വേണം പുള്ളങ്ങളാ. ഞങ്ങളെ അവര് കൊണ്ടുപോയി അവിടെ പീഡിപ്പിച്ച്, ഇവര് കൊണ്ടുപോയി ഇവിടെ പീഡിപ്പിച്ച്. പോലീസിന്റെ ഞങ്ങള് ചെന്ന് പരാതി പറഞ്ഞു കഴിയുമ്പോ പോലീസ് അങ്ങോട്ട് പറഞ്ഞു, അതേ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക്. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞാൽ അപ്പൊ അവര് ചോദിക്കും, പെൺപിള്ളേർ ഇപ്പോൾ ചെറിയ പിള്ളേരും ചോദിക്കും, നിങ്ങളാ സാധാരണ പോലീസാണോ നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള കാര്യം എന്താ? ഇത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ചിലർ വണ്ടിയിൽ കയറി ഇരുന്ന് പോകും, അല്ലാത്തവരിങ്ങനെ വർത്തനം സംസാരിച്ച് അങ്ങനെ പോയാൽ ഗേൾസ് ഹൈസ്കൂളിന്റെ ആ സൈഡിൽ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വന്ന് നോക്കിയാൽ ഗേൾസ് ഹൈസ്കൂളിന്റെ ആ റോഡിൽ. കാര്യം ഇപ്പോഴത്തെ വിദ്യ പഠിക്കാൻ പറ്റുന്ന കുറച്ച് പിള്ളേരാ. എമ്മ കമ്മിറ്റിയിലൊക്കെ ഒന്ന് പോകണം നമ്മള്. ഞങ്ങളിവിടെ തല്ലി ഓടിച്ചിട്ടുണ്ട് ആ റോഡിൽ. അവിടെ നോക്കുമ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പെണ്ണുങ്ങളെ കുറ്റം പറയല്ല, പക്ഷെ ഇന്നത്തെ പിള്ളേരെ നടപടി ശരിയല്ല. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്തും സ്ത്രീകൾ പരാതി അറിയത്തില്ല, അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഹേമ കമ്മിറ്റി. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? A liar is a liar always. Not always, but sometimes. പക്ഷെ once he said a lie, he's always a liar. That we cannot predict like that. പക്ഷെ the society will implement like that. മുൻമൂളിന്ന് അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ ഇപ്പൊ അടുത്ത് ബാലേന്ദ്രമേനോന്റെ കേസ് വന്നു. ആ പെണ്ണ് എന്തൊക്കെ മണിച്ചാട്ടനെ കുറിച്ച് പറഞ്ഞു. ഞാനൊക്കെ മണിച്ചാട്ടന്റെ ഫാൻസാണ്. ഒരു മോശമാവുന്ന രീതിയിലാണ് ഇപ്പൊ വന്നത്. ഈ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നില്ലേ, അറിഞ്ഞിരുന്നില്ലേ? അപ്പൊ അതിനകത്ത് പൊതുവെ ഈ പെണ്ണുങ്ങള് എന്താ ആ പരാതികൾ ഉന്നയിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ എന്താണ് പൊതുവെ ഈ പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാധാന്യം ഉണ്ട്, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും അവരുടെ പക്ഷത്താണ് നിയമം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിയമം അവരുടെ പക്ഷത്താണോ ഇവരുടെ പക്ഷത്താണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് വ്യക്തമായിട്ട് മറുപടി നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായാലും ഇപ്പൊ തന്നെ എന്ത് ഉള്ള ഈ കേസിന്റെ പ്രശ്നമായാലും ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ലല്ലോ. പണ്ടേ മുതൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലും ഞാൻ കേൾക്കേണ്ടത് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖല ഇതിപ്പോ ഈ പറഞ്ഞ കാര്യമാണ് അല്ലേ. സിനിമ നമ്മുടെ ചെറുപ്പം മുതൽ കേൾക്കുന്നുണ്ട് സിനിമ. അവിടെ അത് ഈ മേഖലയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമാ മേഖലയിലും മയക്കുമരുന്നിൻ്റെ ഇത് വന്നതിൻ്റെ ഇടയിൽ ഇപ്പം ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതേപോലെ കുറേ നേരത്തെയൊക്കെ പരാതികളൊക്കെ കുറേയൊക്കെ ചെന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പരാതികളൊക്കെ ഇതിനു മുമ്പ് സംഘടനകൾക്കൊക്കെ കൊടുത്തേക്കുന്നതാണ്. സംഘടനകളൊക്കെ ഈ സംഘടനയുടെ മേൽപ്പത്ത് മേലുദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ആളുകൾക്ക് എതിരെയാണ് ഈ പരാതി വന്നെ. പിന്നെ ഈ പരാതി അവർ സ്വീകരിക്കുമോ? അവർ സ്വീകരിക്കില്ല. അപ്പൊ ആ പരാതികളൊക്കെ ഇപ്പൊ ഒരു കടലാസിലായി കഴിഞ്ഞപ്പോ അത് ഒരുമിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ആദ്യം മൂലമുള്ളത് ഇങ്ങോട്ട് വന്നു. പൊതുവെ ഈ ഹേമ കമ്മിറ്റീനെ നമുക്ക് മാറ്റി നിർത്തിയാലും സ്ത്രീകള് ഇപ്പൊ ഒരു പുരുഷൻ തെറ്റ് ചെയ്താലും സ്ത്രീ തെറ്റ് ചെയ്താലും പരാതി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീനെ മാത്രം സംരക്ഷിക്കും. ഇല മുള്ളിൽ വന്ന് വീണാലും മുള്ള് ഇലയിൽ വന്ന് വീണാലും കേട് ഇലക്ക് മുള്ളിന് കേട് വരൂല, ഇലക്കെ കേട് വരുള്ളൂ എന്ന് പറഞ്ഞ മാതിരി അതങ്ങനെയല്ലേ പറയുള്ളൂ. ഇപ്പൊ ഞങ്ങള് അതിനൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തമായിട്ട് ഒരു 6 മണി 7 മണിക്ക് രാവിലെ നിങ്ങളൊരു 7:30 8 മണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. കാര്യം ഇപ്പോഴത്തെ വിദ്യ പഠിക്കാൻ പറ്റുന്ന കുറച്ച് പിള്ളേരാ. എമ്മ കമ്മിറ്റിയിലൊക്കെ ഒന്ന് പോകണം നമ്മള്. ഞങ്ങളിവിടെ തല്ലി ഓടിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ ഇപ്പൊ ഒന്നും പറയാനും പറ്റൂല. കാര്യം ഞങ്ങൾക്കൊക്കെ 2 3 4 പിള്ളേര് ഒക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നേരം വെളുത്ത 7 മണിക്ക് 10 മണിക്ക് 9 മണിക്ക് ക്ലാസ്സിൽ കയറേണ്ട പിള്ളേര് 7 മണിക്ക് ആദ്യം കുറച്ച് പെൺപിള്ളേരും ഇങ്ങോട്ട് വരാം, കുറച്ച് ആൺപിള്ളേരും ഇങ്ങോട്ട് വരാം. രണ്ടുപേര് അങ്ങോട്ട് പോവാ, ഒരു 3 പേരുണ്ട് ഇങ്ങോട്ട് പോവാ. അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നിട്ട് കാട്ടണ കാര്യങ്ങൾ നിങ്ങൾ തന്നെ വന്നൊന്ന് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ വിലയിരുത്താം, ഇത് ആണാണോ തെറ്റ് ചെയ്യണേ, പെണ്ണാണോ തെറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് രണ്ടും പറയാൻ പറ്റില്ല. കാര്യം ആണുങ്ങളുടെയിലും കൂടുതൽ പെണ്ണുങ്ങള് പിടിച്ചു വലിച്ചുകൊണ്ടോ വേണം പുള്ളങ്ങളാ. ഇവിടെ ഞങ്ങള് കാണുന്നതാണ്. പെൺപിള്ളേര് വന്നിട്ട് അവിടെ നിൽക്കണ പിള്ളേരാ പിടിച്ചു വലിച്ചാണ് നിങ്ങളുടെ ഒക്കെ കൊണ്ടുപോണേ. ആണുങ്ങളും അതേപോലെ തന്നെ അതിലപ്പുറം. കാര്യം ഇവര് പോയി കഴിയുമ്പോ അടുത്തവരെ വിളിച്ചോണ്ട് അവര് പോകണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ കുറെ നാള് കഴിയുമ്പോ ഇതും വരും. ഞങ്ങളെ അവര് കൊണ്ടുപോയി അവിടെ പീഡിപ്പിച്ച്, ഇവര് കൊണ്ടുപോയി ഇവിടെ പീഡിപ്പിച്ച്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അവസാനം എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് പരാതി മൊത്തം ആണുങ്ങളുടെ തലയിൽ വരുമല്ലോ. കാര്യം അങ്ങനെ തോന്നാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളിപ്പോ അതിനെ വേണ്ടി ഇടപെട്ട് നിങ്ങൾ എന്താ ഇവിടെ ഞങ്ങള് പിള്ളേരെ വളർത്തുന്ന, നിങ്ങള് പിള്ളേര് എന്താ കിടന്ന് കാട്ടണേ, ഇതിവിടെ പറ്റില്ല. ചേട്ടനാരാ
ചോദ്യം അവിടെയാണ്. ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞാലും പറയണെന്താ, പോലീസിന്റെ ഞങ്ങൾ ചെന്ന് പരാതി പറഞ്ഞു കഴിയുമ്പോ പോലീസ് അങ്ങോട്ട് പറയും അതേ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക്. അതാണ് ഞാൻ ചോദിച്ചത്. ഇത് പോലീസ് പറയാറില്ല ഞങ്ങളുടെ അടുത്ത്, ഇവിടെ ഉള്ള ആരോ പോലീസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക പൊസിഷൻ ഉള്ളതായിട്ട് പൊസിഷനേ അല്ല, പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു നിയമം ഏതാണ്ട് മാറ്റി വെച്ച മാതിരി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പല ഇതിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില നിയമങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചണ മാതിരി ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കാരണം അവര് പറയുന്നത് എല്ലാം ശരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. വ്യവസ്ഥ ഇവിടെ നിലവിലുണ്ട് തോന്നിയിട്ടുണ്ട്. നിലവിലുണ്ട്. പുരുഷന്മാര് പറയുന്നതിനൊന്നും ആരും വില കൽപ്പിക്കുന്നില്ല. ഇല്ല, കാരണം ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞാൽ അപ്പൊ അവര് ചോദിക്കും, പെൺപിള്ളേർ ഇപ്പോൾ ചെറിയ പിള്ളേരും ചോദിക്കും നിങ്ങളാരാ സാധാരണ പോലീസാണോ നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള കാര്യം എന്താ? ഇത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോൾ അവർക്കാണ് പ്രത്യേകിച്ച് എന്തോ അഭിപ്രായം കിട്ടിയേക്കണ മാതിരിയാണ്. അല്ലെങ്കിൽ എന്തോ അല്ല, ഇപ്പം ഈ സിനിമയിൽ തന്നെയാണെങ്കിലും ഹേമ കമ്മിറ്റിയിലാണെങ്കിലും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ഈ നിവിൻ പോളിക്കെതിരെ ഒരു സ്ത്രീ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് അത് അന്വേഷണങ്ങളുടെ വിധേയമായി വന്ന സമയത്ത് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു അവസാന നിഗമനം പോലെ എത്തിയിട്ടുള്ളത്, പൂർണ്ണമായും തെളിഞ്ഞില്ലെങ്കിലും. അപ്പൊ ആണുങ്ങൾ അപ്പൊ അത്രയും ഒരു അപമാനം പോലെയായില്ലേ? ആണുങ്ങളെ തല തന്നെ വീണ്ടും വന്നില്ലേ? ആ പെണ്ണിന്റെ തലേന്ന് പോയല്ലോ, പെണ്ണിന്റെ തലേന്ന് പോയത് ആണുങ്ങൾക്ക് തന്നെയാ. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഇവിടുത്തെ നല്ല എവിടത്തേലും ആണുങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി അത് തന്നെയാണ്. ഇവിടെ നിന്ന് മാത്രം പറയാൻ പറ്റൂല. കാരണം ഞങ്ങളിപ്പോൾ രാവിലെ മുതൽ ഇവിടുന്ന് കാണുന്നതാണ് സ്കൂൾ പിള്ളേർ വരുന്നത്. അവര് സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അതിന് ഒരു 15 മിനിറ്റ് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഇതല്ല, ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഈ കറങ്ങലാണ്, ഒരു കറങ്ങൽ ഇങ്ങനെ പോയി ഒരു കറക്കം ഇങ്ങനെ കറങ്ങി മുനിസിപ്പാലിറ്റിക്കാരെ കറങ്ങി തിരിച്ചു ഇവിടെ വരും. എന്നിട്ട് അവർക്ക് അപ്പുറത്തൊക്കെ പോയി കുറച്ച് നേരം നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും അപ്പോഴത്തേക്കും 2 പിള്ളേർ ബൈക്കുമ്പോൾ അത് അവിടെ വന്ന് ഹെൽമെറ്റൊക്കെ വെച്ച് പിന്നെ ആരും കണ്ട് അറിയില്ലല്ലോ. പിള്ളേരെ അടുത്തേക്കല്ലേ നമ്മൾ ഹെൽമെറ്റൊക്കെ ഊരി അവരും കണ്ടാൽ പോകും. ചിലർ വണ്ടിയിൽ കയറി ഇന്ന് പോകും, അല്ലാത്തവരിങ്ങനെ വർത്തനം സംസാരിച്ച് അങ്ങനെ പോയാൽ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ആ സൈഡിൽ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വന്ന് നോക്കിയാൽ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ആ റോഡിൽ അവിടെ നോക്കുമ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പെണ്ണുങ്ങളെ കുറ്റം പറയല്ല, പക്ഷെ ഇന്നത്തെ പിള്ളേരെ നടപടി ശരിയല്ല. കാരണം അവരെ കാരണന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടി പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിൽ പറഞ്ഞാണ്. പക്ഷെ അവര് സ്കൂളിൽ പോണത് ഇങ്ങനെ പിള്ളേരോട് കറങ്ങി നടക്കാനും ഇപ്പൊ വീട്ടുകാർക്ക് നിയമവ്യവസ്ഥ മുഴുവനും സ്ത്രീകളുടെ പക്ഷത്താണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു പീഡന പരാതി വന്നാലും അല്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് തന്നെ ഒരു പരാതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും സ്ത്രീകളുടെ പക്ഷത്ത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിലാണ് വരുന്നത് തോന്നിയിട്ടുണ്ട്. വരുള്ളൂ അങ്ങനെ വരണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും അത് സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ, ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അവരോടൊരു ഒരു എന്താ പറയാ മമത കാണിക്കുന്നു എന്നുള്ളത് കുറെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതിനിപ്പോ 2 വശമുണ്ട്. ഇതിൽ മമത കാണിക്കുന്നതും ഉണ്ട്, അല്ലാതെ ഉള്ളതുണ്ട്. ആണുങ്ങളോട് അല്ലെങ്കിൽ മൊത്തത്തിൽ ആൺ സമൂഹത്തിനോട് വൈരാഗ്യമുള്ളവരും ഉണ്ട്, സ്ത്രീകളോട് അനുകൂല്യമുള്ളവരും ഉണ്ട്. അപ്പൊ അവര് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ നിന്നാലും ഈ ഇതിന് വേണ്ടി പ്രതിഷേധം അല്ലെങ്കിൽ കാരണം ഉണ്ടാക്കുന്നവർക്ക് ഗുണം കിട്ടുന്ന അവർ ആ സൈഡ് നിൽക്കും. ഇന്നത്തെ രാഷ്ട്രീയ നിലപാടും അത് തന്നെയാണല്ലോ. ഇപ്പം പൊതുവെ ഈ സ്ത്രീകളുടെ സൈഡിലാണ് എല്ലാ നിയമവും എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്തും സ്ത്രീകൾ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഹേമ കമ്മിറ്റീനെ അറിയില്ലെങ്കിൽ വിട്, കുഴപ്പമില്ല. പൊതുവെ ഇപ്പൊ സ്ത്രീകള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പറയാണ് ഇയാൾ എന്നെ പീഡിപ്പിച്ചു. അപ്പോ ആ പുരുഷന്റെ പക്ഷം നോക്കാതെയും സ്ത്രീകൾ അങ്ങനെയാണല്ലോ, അത് സ്ത്രീകളുടെ പക്ഷമല്ലേ നോക്കത്തുള്ളൂ, അവര് പറയുന്നല്ലേ കേൾക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചായ്വുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ, ഒരു പാർഷ്യാലിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പുരുഷന്മാരുടെ വാക്കുകൾ ആരും കേൾക്കാറില്ല അങ്ങനെ ഒരു തോന്നലുണ്ട്. ആണോ? അങ്ങനെ അത് പൊതുവെ എല്ലാവർക്കും കാണുമല്ലോ, സ്ത്രീകൾ പറയുമ്പോ അത് അംഗീകരിച്ചാൽ കൊടുത്തേക്കും. ആണോ? അല്ലാതെ അങ്ങനെ നിങ്ങളുടെ വാക്കിന് ആരും വില കൊടുക്കാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല, സ്ത്രീകൾക്ക് മുൻഗണന അങ്ങനെയുള്ള രീതിയിലേ തോന്നിയിട്ടുള്ളൂ. ഉണ്ട്, സ്ത്രീകളോടൊരു പ്രത്യേക ചായ്വുണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക്. പുരുഷന്മാർക്ക് അപ്പം യാതൊരു പ്രാധാന്യം ഇല്ലെന്നല്ല, കൂടുതൽ സ്ത്രീകൾക്കാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, പറഞ്ഞോ. പ്രത്യേകിച്ചൊന്നുമില്ല. എന്തുവാ ഇപ്പൊ ഒരു പ്രശ്നം വന്നാൽ അതൊരു നല്ല കാര്യമാണോ? നല്ല കാര്യം മീൻസ് അത് ഒരുപാട് പേര് മോശമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പൊ ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് ഒരു ഇക്വാലിറ്റി അവിടെ വർക്ക് ചെയ്യാത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ പുരുഷന്മാരുടെ യാതൊരു കാര്യങ്ങളും കേൾക്കാതെ അല്ലെങ്കിൽ കുറ്റം പുരുഷന്മാർക്ക് മാത്രം വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്. താങ്ക് യു. നിങ്ങൾ ഓക്കെയാണോ? പറയോ.
മറ്റിനെ കുറിച്ച് അധികം അറിയില്ല. അല്ല, ഹേമ കമ്മിറ്റീനെ പറ്റി അറിയണ്ട. നിങ്ങളൊരു പുരുഷനാണല്ലോ. അതെ. അപ്പൊ നിങ്ങളുടെ സൈഡില് നിയമം വരുന്നില്ല എന്ന് തോന്നാറുണ്ട്. നിങ്ങളിപ്പോ ഒന്നും ചെയ്തില്ല ഒരു സ്ത്രീനെ. എന്നിരുന്നാൽ പോലും നാളെ ഒരു സ്ത്രീ വന്നിട്ട് പറയാണ് ഇയാൾ എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇയാൾ എന്നെ അവിടെ കൊണ്ടുപോയി വല്ല ഹോട്ടലിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ ആക്ച്വലി ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ പരാതി കൊടുക്കാൻ സമയത്ത് അപ്പൊ അവിടെ പരിഗണന കൂടും. അതെ, സ്ത്രീകൾക്ക് പരിഗണന കൂടും. അപ്പൊ അതിനെ പറ്റി എന്താ പറയാ? വളരെ മോശമായ ഒരു കാര്യമാണ്. മോശമായ കാര്യമാണ്. പിന്നെ വലിയ അതിനെ കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. അല്ല, അതല്ല. അപ്പൊ നിങ്ങൾ പുരുഷന്മാർക്ക് യാതൊരു പ്രയോറിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിന് യാതൊരു പ്രാധാന്യവും ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിന് യാതൊരു പ്രാധാന്യം നിങ്ങൾ നിയമം കൽപ്പിക്കുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. നല്ല കാര്യമല്ല. അപ്പൊ ഇവിടുത്തെ നിയമവ്യവസ്ഥ മാറ്റണം, നിയമം മാറ്റണം. എന്നിട്ട് വേറെ നിയമം ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തുള്ള. ഓക്കെ, താങ്ക് യു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പം തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ മൊത്തത്തിൽ നോക്കുമ്പോഴോ? മൊത്തത്തിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയൊക്കെ. കുഴപ്പമില്ലാന്നുണ്ട് ഇതൊക്കെ. ഓക്കെ, താങ്ക് യു. സ്ത്രീകളുടെ പക്ഷത്തായതുകൊണ്ടാണല്ലോ ഈ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പീഡന കേസൊക്കെ ഇന്ന് പൊക്കിക്കൊണ്ടിരുന്നത്. ഒന്ന്. രണ്ടാമത് അന്ന് നടന്നതൊക്കെ ഇവരെ സമ്മതത്തോടും സമ്മതമില്ലായ്മയും ആയിരിക്കാം. അത് ഇന്ന് അവർക്ക് അതിൻ്റെ മുതലെടുപ്പ് എടുക്കാൻ വേണ്ടി അതിന് പൈസയുടെ മറ്റുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഇന്നത്. ഇതല്ല, ഇതിൻ്റെ പിന്നിലൊരു ഗൂഢശക്തികളുണ്ട്. ഈ സിനിമയുടെ പിന്നിലുള്ള പ്രവർത്തിക്കാനാണല്ലോ ചോദിച്ചത്. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ലോബി തന്നെ ഉണ്ട്. ഈ പ്രമുഖരായ നടന്മാരെ ജനങ്ങളുടെ മുന്നിൽ മോശക്കാരാക്കുക എന്നൊരു ഇത് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ പൊതുവെ അത് ശരി, ഓക്കെയാണ്. അതല്ലാതെ നമ്മുടെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നുണ്ട്, പരിഗണന. അത് ഒരു വശത്ത് ചിന്തിച്ചാൽ അത് തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇന്നത്തെ ഇപ്പൊ ഡ്രൈവിങ്ങിലായി പോലും സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ വളരെ മോശത്തിലാണ്. ഞാൻ ബസ് ഓടിക്കുന്ന ആളെ ഇതിലേക്ക് അവരെ ലെഫ്റ്റ് സൈഡ് കയറി, അപ്പൊ അവര് വണ്ടി തട്ടിയാൽ പോലും നമുക്കാണ് പരിഗണന കിട്ടാനുള്ളത്. അതിന്റെ ചെയ്യേണ്ട സമയത്ത് അതൊന്നും ചെയ്തില്ലല്ലോ അവര്. എന്താണ് ഫസ്റ്റില് സംഭവം നടന്നിട്ട് ആ സമയത്തൊന്നും പറഞ്ഞില്ല. ഇപ്പോഴല്ലേ അതൊക്കെ പറയണത്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വെറുതെ ആണുങ്ങളെ ആണെങ്കിലും പെണ്ണുങ്ങളെ ആണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറയുക. ആ സമയത്ത് എന്നെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അല്ലാതെ അത് ഓക്കെ. അല്ലാതെ പൊതുവെ ഈ സമൂഹത്തിൽ അല്ലെ നമ്മുടെ കേരളത്തിൽ ഈ സ്ത്രീകളുടെ പക്ഷത്താണ് നിയമം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ പുരുഷന്മാരുടെ പക്ഷത്തല്ല തെറ്റ്, അവരുടെ സ്ത്രീകളുടെ പക്ഷത്താണ്. എന്നിരുന്നാൽ പോലും ഈക്വലാണ് നോക്കിയിട്ട് രണ്ടുപേര് തെറ്റ് ചെയ്യണേല് ഈക്വലാണ് നോക്കിയിട്ട് നമ്മുടെ ഇതില് ആണായാലും പെണ്ണായാലും ആര് തെറ്റ് ചെയ്താലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം. അല്ല, നിയമം പക്ഷെ സ്ത്രീകളുടെ സൈഡിൽ മാത്രമാണ് നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിയമം വന്നത്. അല്ല, വേണ്ടതെന്നല്ല, അങ്ങനെയാണോ ഇപ്പൊ ഉള്ളത്? ഇപ്പം പൊതുവെ നോക്കുമ്പോ അത് സ്ത്രീകളുടെ ഇതില് പേരില് ഫാൾട്ടുകൾ സംഭവിച്ചാണ്. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ആ സമയത്ത് പറ്റില്ല, ആ സമയത്ത് പറയാം. ഇത് എല്ലാം കഴിഞ്ഞ് 2, 3, 4, 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ അതൊരു പൊതുവെ സമൂഹത്തിന് ദൂഷ്യപരമായിട്ട് ഉള്ള കാര്യങ്ങളല്ലേ. നിങ്ങൾ പുരുഷന്മാര് ഇപ്പൊ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാലും ആ കേസിനകത്ത് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരുടെ സൈഡ് മാത്രമേ സൈഡിലേക്ക് വരുള്ളൂ. അത് നല്ല ഒരു പ്രവണതയായിട്ട് തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നിയിട്ടില്ല എന്നൊരു. എപ്പോഴും ആര് തെറ്റ് ചെയ്താലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം. എത്ര വലിയവനാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം. സംഭവം എന്താണെങ്കിലും ആരുടെ പക്ഷത്താണ് തെറ്റ് അതിനനുസരിച്ച് ശിക്ഷ നടപടി ചെയ്യാം. അല്ലാതെ ഒരാള് തെറ്റ് ചെയ്ത് ഇയാള് തെറ്റ് ചെയ്തില്ല കാശിന്റെ പുറത്ത് കൂടെ പോവാതെ ആരെന്ത് ചെയ്താലും അത് നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അതേ ചെയ്യാം. തെറ്റാരെ ചെയ്യണം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കാം. അത്രയുള്ളൂ ഇതിൽ സംഭവിക്കാനുള്ളത്. അത് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10 വർഷം മുമ്പുള്ള കേസുകള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീ ആ സംഭവം നടക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. അല്ലാണ്ട് ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഇതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങളുടെ വിശ്വാസയോഗ്യമല്ല. പിന്നെ പൊതുവേ നമ്മുടെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമായത് കാരണം അത് നല്ല പ്രവണതയായിട്ട് തോന്നുന്നില്ല. കാരണം
മറ്റുള്ള ആളുടെ പൂർണ്ണമായിട്ട് അത് അന്വേഷിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. അല്ലാണ്ട് ഒരു സ്ത്രീ എന്ന് പറയണ എന്നോ 20 വർഷം മുമ്പ് ഒരാൾ പീഡിപ്പിച്ചു. നമ്മൾ ചോദിക്കണം, രണ്ട് പേരുടെയും ഭാഗത്ത് ആരുടെ ഭാഗത്തായ ന്യായം എന്നുള്ളത് അറിഞ്ഞിട്ട് അവർക്കെതിരെ നടപടി കൊടുക്കണം. അതല്ലാണ്ട് ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും ഉടനെ അയാൾ അവസ്ഥയിലല്ല. അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ആനുകൂല്യം പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച സ്ത്രീനെ വരെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ആ ഒരു ഇത് വരും. അപ്പൊ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചിട്ട് മാത്രം ഒരാളെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതിയാക്കണം. അത് ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രം അതിന്റെ കാര്യങ്ങൾ എല്ലാരും അറിയിക്കുക. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിവിൻ പോളി ഒരു സ്ത്രീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അല്ലല്ല, അപ്പൊ അത് എനിക്ക് അറിയാവുന്ന ആള് തന്നെ, ആലുവക്കാരൻ തന്നെയാണ്. നിവിൻ പോളി അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല. പിന്നെ ഇപ്പൊ അടുത്ത് ബാലേന്ദ്രമേനോന്റെ കേസ് വന്നു. ആ പെണ്ണ് എന്തൊക്കെ മണിച്ചാട്ടനെ കുറിച്ച് പറഞ്ഞു. ഞാനൊക്കെ മണിച്ചാട്ടന്റെ ഫാൻസാണ്. ഓൺ ദ സ്പോട്ടിൽ പ്രവർത്തിക്കേണ്ടതാണ്. പിന്നെ മരിച്ച അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ അവര് ഒരു ഫാക്ട് ഇല്ലാത്ത കാര്യം എന്ന് പറയാം. നമ്മളെ ഏതൊരാളാണെങ്കിലും ഇപ്പൊ അയാളുടെ ലൈഫില് അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പുള്ളിയുടെ ഇപ്പൊ ഫേമസ് ആവണേന് മുന്നേയും കൂടെ നിന്ന ഒരാളാണ് വൈഫ്. അപ്പൊ അത്രയും കഷ്ടതയൊക്കെ കഴിഞ്ഞ ഒരു അഭിനയത്തിലോട്ട് എത്തിയ വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്കൊട്ടും. അപ്പൊ ചില സ്ത്രീകൾ ഇങ്ങനെ ഒരു ചീത്തപ്പേര് പ്രവർത്തിക്കുന്ന സമയത്ത് അത് ഒരു ഇമേജ് ആവില്ലേ, ഒരു മോശമാവുന്ന രീതിയിലാണ് ഇപ്പൊ വന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രവണത പാടില്ല. മറ്റുള്ളവർക്കും ഒരു വൈരാഗ്യമുള്ള ഒരാളോട് ഒരു വൈരാഗ്യമുണ്ട് ഒരു സ്ത്രീക്ക്. അപ്പൊ അവർക്ക് വേണമെന്നെ പറയാം, അയാൾ എന്നെ പീഡിപ്പിച്ചു, വെറുതെ പറഞ്ഞാൽ മതി. അയാളെ പിടിച്ച് പോലീസ് എടുക്കാൻ വേണ്ടിയിട്ട് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അത് പാടില്ല. അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. കാരണം തെളിവ് കൊടുക്കുമ്പോ ഓക്കെ. ഇതൊരു 20 വർഷം മുമ്പുള്ള കേസൊക്കെ വന്ന് 20, 10, 15 വർഷം മുമ്പുള്ള കേസൊക്കെ വന്ന് ഇപ്പൊ പറഞ്ഞിട്ട് പിന്നെ 10-20 മുമ്പ് പിന്നെ പീഡിപ്പിച്ചു, സിനിമയിൽ ചാൻസ് തരാമെന്നും പറഞ്ഞു പോയി ചെന്ന് പീഡിപ്പിച്ചു. പിന്നെ പോയതല്ലേ. പിന്നെ അന്നേരം ആരും അടുത്തൊന്നും പറഞ്ഞില്ല. ഇപ്പൊ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ അത് പറയും. പല ആരോപണങ്ങളും ഇപ്പൊ തെളിയുന്നുണ്ട്. കള്ളു കുടിച്ചിട്ട് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് വന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ അയാളുടെ കുടുംബം, അയാളുടെ ഭാവി, അതെല്ലാം പോയില്ലേ. ഈ കുട്ടി ചിലപ്പോ ആരോപണം പിൻവലിച്ചു, അത് കഴിഞ്ഞു. പക്ഷെ അയാൾക്ക് ഉണ്ടായ ഒരു ഇത് അത് കുറെ നാള് അങ്ങനെ നിലനിൽക്കുന്നതും ഈ നിയമവ്യവസ്ഥ സ്ത്രീകളുടെ കൂടെ ആയതുകൊണ്ടാണ്. അല്ലേ? പിന്നെ നമുക്കിപ്പോ ശരിയായ കാരണങ്ങളാണെങ്കിൽ കൂടെ അത് വക്കീലിന്റെ ആ ഒരു നമ്മുടെ അതിൽ തന്നെ നിയമവ്യവസ്ഥയിൽ തന്നെ രണ്ടും ഉണ്ട്. ചിലപ്പോ നല്ല കാര്യങ്ങൾ അതേപോലെ വളച്ചൊടിക്കാനും ഒരു നല്ല വക്കീല് വിചാരിച്ചാൽ പറ്റും. അപ്പൊ അവർക്കെതിരെ അനീതി നടക്കുന്നതും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ നമ്മളതിൽ ഏതാണ് അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ശരിയായിട്ട് അന്വേഷിച്ചിട്ട് അതിൽ നടപടി എടുക്കണം. അത് ഏത് വിഭാഗത്തിലും നല്ലതും മോശവും ഉണ്ട്. താങ്ക് യു. അല്ലെങ്കിൽ സ്ത്രീകൾ പറയുന്നതാണ് ഇവിടുത്തെ ശരി എന്ന് ഈ സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ടോ? സ്ത്രീകൾ പറയുന്നത് ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാലും മനുഷ്യൻ ഇൻഡിവിജ്വലാണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനായാലും ഇൻഡിവിജ്വലാണ്. സ്ത്രീ സമൂഹം ഒന്നാകെ ചേർന്ന് പറയുമല്ലോ. ജസ്റ്റ് എ മിനിറ്റ് കണ്ടിന്യൂ. അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൊതുവെ ഇപ്പൊ കാണുന്നത് പലയിടത്തുനിന്നും പല സ്ത്രീകൾ പൊങ്ങി വന്നിട്ട് ഇവരെന്നെ പീഡിപ്പിച്ചു, ഇത്ര കാലം മുൻപായാലും അവരെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ നടന്റെയോ അല്ലെങ്കിൽ ആ പറയുന്ന പുരുഷന്റെ സൈഡ് കേൾക്കാതെ അവർ പീഡിപ്പിച്ചു എങ്കിൽ ഇയാൾക്കെതിരെ ഞങ്ങൾ കേസ് എടുക്കുകയാണ്, രണ്ട് സൈഡും അന്വേഷിക്കാതെ. അപ്പൊ അതൊരു നല്ല രീതിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിനാണല്ലോ കോടതി ഉള്ളത്, രണ്ട് സൈഡും കേൾക്കാൻ. പക്ഷെ ആ പുരുഷനെതിരെ ഉടനടി കേസ് എടുക്കുന്നുണ്ട്, രണ്ട് സൈഡും അന്വേഷിക്കാതെ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. മൊത്തം അന്വേഷിച്ചിട്ടാണ് കേസ് എടുക്കുന്നത്, അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്? അതാണ് വേണ്ടുന്നതും അങ്ങനെയല്ല വരുത്തോളൂ അവസാനം. വേണ്ടുന്നത് അതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. നടന്നില്ലല്ലോ. ഇപ്പൊ അഭിപ്രായം പറയാൻ ഇന്ത്യൻ അല്ല. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിവിൻ പോളിക്കെതിരെ ഒരു കേസ് വന്നിരുന്നു. ഒരു സ്ത്രീ വന്നിട്ട് എനിക്ക് അറിയാൻ വയ്യ, കേട്ടില്ല. മുകേഷിനെ അറിയില്ലേ? മുകേഷിനെ എന്റെ നാട്ടുകാരനാ, രാജൻ കൊല്ലം. ആണോ? അപ്പൊ മുകേഷിനെതിരെ ഒരു സ്ത്രീ വന്നിട്ട് കേസ് കൊടുത്തിരുന്നു, ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മുകേഷിനെതിരെ അപ്പൊ തന്നെ കേസ് എടുക്കുകയും ചെയ്തു, അവരെ പീഡിപ്പിച്ചു. അയാൾക്ക് അതൊരു അപമാനമായി.
ഒരു സ്ത്രീ പീഡനം എന്ന് പറഞ്ഞ ചെറിയ കേസല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചപ്പോ പെട്ടെന്ന് അയാൾക്കെതിരെ കേസ് എടുത്തു. പക്ഷെ പിന്നീട് മുകേഷ് അതിനെതിരെയുള്ള തെളിവുകൾ നിരത്തി. ഈ സ്ത്രീ അയാളോട് മുൻപ് പൈസ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അയാൾ അത് കൊടുക്കാത്തതിനെ തുടർന്നാണ് ഈ സ്ത്രീ അയാൾക്കെതിരെ ഇപ്പൊ ഒരു പീഡന കേസ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോഴും പറയുന്നത് ഒരു പക്ഷേ കള്ളമാണെങ്കിലോ? അതാ. എന്നിരുന്നാൽ പോലും സ്ത്രീകൾ പറയുന്നിടത്താണ് ഇവിടെ സമൂഹം കേൾക്കുന്നത്. ഞാൻ പക്ഷം പിടിച്ച് ഞാൻ പറയാറില്ല. ഒരു സമൂഹത്തെ, ഒരു ജെൻഡറിനെ മൊത്തത്തിൽ എടുത്ത് ബോത്ത് ലേഡീസ് ആൻഡ് ജെൻഡറിനെ മൊത്തത്തിൽ ഞാൻ എടുത്ത് പറയുന്നില്ല. ഞാൻ എപ്പോഴും ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുന്നതാണ്. എന്നെ പോലും ഞാൻ എപ്പോഴും എന്നെ ബ്ലെയിം ചെയ്തിട്ടേ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാറുള്ളൂ. എൻ്റെ രീതി അതാണ്. എനിക്ക് മഹാത്മാഗാന്ധിയെ നമ്മൾ എല്ലാ വർഷവും ആഗസ്റ്റ് 15-ന് ബീയിങ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മൾ ഇന്ത്യയിലുള്ള ലക്ഷോപലക്ഷം സ്കൂളുകളും കോളേജിലും മഹാത്മാഗാന്ധിയെ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി നല്ല മനുഷ്യനായിരുന്നു, ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യനാണ്, കള്ളം പറയാത്തതാണ്, അഡ്വക്കറ്റാണ്, ബാരിസ്റ്ററായിരുന്നു എന്നാണ് നമ്മൾ എല്ലാ വർഷവും കോടാനുകോടി രൂപ അന്ന് ചെലവഴിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗാന്ധിജിയെ കവച്ചു വെക്കണം നമ്മൾ ഓരോരുത്തരും എന്നാണ് പ്രസംഗിക്കേണ്ടത്, അല്ലേ? അപ്പം ഗാന്ധിജിയുടെ ഒരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു പേജ്, 2-3 പേജ്, അതാണ് സം റെമിനിസൻസസ് ഓഫ് മൈ ഭാരത്. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ആസ് എ സ്റ്റുഡൻറ് ഐ ഹാവ് ഹേർഡ് ദാറ്റ് എ ലയർ ഈസ് എ ലയർ. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ പറയുന്നത് ലയർ ഈസ് എ ലയർ ഓൾവേസ്. നോട്ട് ഓൾവേസ് ബട്ട് സംടൈംസ്. പക്ഷെ വൺസ് ഹി സെഡ് എ ലൈ ഹി ഈസ് ഓൾവേസ് എ ലയർ. That we cannot predict like that. പക്ഷേ the society will implement like that. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് എന്താണ് ഈ ഇപ്പൊ പറഞ്ഞ കേസിലും നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ? അതായത് പുരുഷനെതിരെ ഒരു പരാതി പറഞ്ഞാൽ അത് അയാളുടെ തലയിൽ അയാളെ മരണം വരെ ഉണ്ടാവും ആ ഒരു പരാതി. അപ്പോഴും സ്ത്രീകളെ ഒരു സേഫ് സോണിൽ നിർത്തുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? സ്ത്രീകളെ സേഫ് സോണിൽ നിർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, താങ്ക് യു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ട്രയലിനെടുക്കണം, കേസ് കൊടുക്കണം, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് അങ്ങനെയുള്ള ഒരുപാട് നടപടികൾ ഇനി ഉണ്ടല്ലോ. താങ്ക് യു.